ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. UGC നെറ്റ് എക്സാമിന്റെ പേപ്പർ 1 ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിലെ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ആവറേജ്, അല്ലെങ്കിൽ ഈ ആവറേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബേസിക് ഐഡിയ അല്ലെങ്കിൽ ബേസിക് കോൺസെപ്റ്റ് എന്താണ്, ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് UGC നെറ്റ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതിനെ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന്റെ കൂടെ തന്നെ ആവറേജിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം, അതിന്റെ ട്രിക്സ് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഷോർട്ട് കട്ട്സ് ആണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ആവറേജ്? നമ്മൾ മലയാളത്തിൽ അതിനെ ശരാശരി എന്ന് പറയാറുണ്ട് അല്ലെ. ശരാശരി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ശരാശരി. ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതം, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ ശരാശരി? അതായത് നമ്മൾ ഈ ഒരു ശരാശരി മനുഷ്യന്റെ ആയുസ്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് എന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ആളെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ പറ്റിയിട്ടേ അല്ല സംസാരിക്കുന്നത്. ഈ ശരാശരി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്സർവേഷൻ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ശരാശരി എന്ന് പറയുന്ന വാക്ക്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പം ശരാശരി ആയുസ് പറയുകയാണെന്ന് വിചാരിക്കാം. നിങ്ങളൊരു 10 ആൾക്കാരെടുത്ത് നോക്കുകയാണ്. ഈ 10 ആൾക്കാര് മരിച്ച വയസ്സ് നോക്കുകയാണ്. അതായത് ഒരാൾ 70 വയസ്സിൽ മരിച്ചു, ഒരാൾ 65 മരിച്ചു, ഒരാൾ 60 മരിച്ചു, ഒരാൾ 75 മരിച്ചു. അങ്ങനെ എന്താണ്, പല ഏജസിലാണ് ഇവർ മരിക്കുന്നത്. ഇങ്ങനെ പല വാല്യൂസ് ഇവിടെ നടക്കുന്നുണ്ട്, പല വാല്യൂസ് ഒക്കർ ചെയ്യുന്നുണ്ട്. ഇതിനെയെല്ലാം കോമൺ ആയിട്ട് നമ്മൾ ഒരു വാല്യൂവിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളുടെ കയ്യിലൊരു 5 ആളുകളുണ്ട്. ഇവരുടെ വയസ്സെല്ലാം നമ്മൾ പല വയസ്സുകളിലാണ് ഇവർ മരിച്ചു പോയെന്ന് നമ്മൾ കാണുന്നു. എന്നിട്ട് ഈ ഡേറ്റ നമ്മൾ ഈ വയസ്സെല്ലാം നമ്മൾ എടുത്തിട്ട് അതിന് കോമൺ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ശരാശരി ആയുസിന്റെ കണക്ക് പറയുന്നത്. മനസ്സിലായോ? നമ്മളുടെ കയ്യിലൊരു സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ടാവും. ഈ സെറ്റ് ഓഫ് ഡേറ്റയിൽ ഉദാഹരണത്തിന് നമ്മളുടെ കയ്യിലൊരു ബാസ്ക്കറ്റ് ഉണ്ട്. അതിൽ ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം. 10 ആപ്പിൾ ഉണ്ട്, 5 പൈനാപ്പിൾ ഉണ്ട്, ഒരു 6 മാംഗോസ് ഉണ്ട്, 7 ഓറഞ്ചസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾക്ക് എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് പല വാല്യൂസ് ഉള്ള ഫ്രൂട്ട്സ് നമ്മളുടെ കൊട്ടയിലുണ്ട്, നമ്മളുടെ ബാസ്ക്കറ്റിലുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു ശരാശരി വാല്യൂ കാണണം എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ടല്ലോ, അതായത് X നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട് നമ്മളുടെ ഈ ഒരു കൊട്ടയുടെ അകത്ത്. ഈ X നമ്പർ ഓഫ് ഒബ്സർവേഷൻസിലും ഡിഫറെന്റ് ആയിട്ട് വരുന്ന വാല്യൂസിനെ ഒറ്റയ്ക്ക്, അതായത് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ എന്താണ്, അതിൽ നിന്നൊരു കോമൺ വാല്യൂ എടുത്തിട്ട് ഈ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡേറ്റനെ നമ്മൾ എന്താണ് സൂചിപ്പിച്ചിട്ട് പറയുന്ന ടേമിനെയാണ് നമ്മൾ ശരാശരി എന്ന് പറയുക. അതായത് ഒരു സെറ്റ് ഓഫ് ഡേറ്റയിൽ X നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടാവും. ആ X നമ്പർ ഓഫ് ഒബ്സർവേഷൻസും എന്താണ്, പല വാല്യൂസ് ഉള്ളതായിരിക്കും. അങ്ങനെ പല വാല്യൂസ് ഉള്ള ഒബ്സർവേഷൻസിനെ ഒരൊറ്റ വാല്യൂ ആയിട്ട് പറയുന്നത് ഈ ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിൽ നിന്ന് നമ്മൾ ഒരു കോമൺ വാല്യൂ എടുത്തിട്ടാണ്. അപ്പം നമ്മളൊരു ശരാശരി ആയുസ് എന്ന് പറയുന്നിടത്ത് ഈ നമ്മൾ നേരത്തെ കണ്ടുവച്ച ആ 5 പേരുടെയും ആയുസ് കറക്റ്റ് ഇപ്പം 70 ആണ് നമ്മൾ ശരാശരി ആയുസ് എന്ന് കണ്ടു എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മളെ സെറ്റ് ഓഫ് ഡേറ്റയിൽ എല്ലാവരും 70 ആവണമെന്നില്ല. പക്ഷെ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു വാല്യൂ ആയിരിക്കും ഈ ഒരു 70. അങ്ങനെ നമ്മളൊരു സെറ്റ് ഓഫ് ഡേറ്റയിൽ നിന്ന് കണ്ടുപിടിക്കുന്ന കോമൺ വാല്യൂവിനെയാണ് നമ്മൾ ശരാശരി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നമ്മളുടെ കയ്യിൽ X നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. ഈ X നമ്പർ ഓഫ് ഒബ്സർവേഷൻസിന്റെ ആവറേജ് ആണ് നമ്മൾ എപ്പോഴും കാണേണ്ടത്. ഓക്കെ, അപ്പം ആവറേജ് കാണാനായിട്ട് നമ്മളുടെ കയ്യിലൊരു ഫോർമുല ഉണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. അതെങ്ങനെയാണ്, അതായത് ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഒബ്സർവേഷൻസ് ഉണ്ടല്ലോ, ഈ ഒബ്സർവേഷന്റെ എല്ലാം സം ഉണ്ട്. സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, ഇതാണ് ആവറേജിന്റെ ഫോർമുല. സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അതായത് ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ ടോട്ടൽ എന്ന് ഓർത്തിരുന്നാൽ മതി. സം ബൈ ടോട്ടൽ, ഇതാണ് ആവറേജ്. നമ്മൾ പറഞ്ഞു ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ ടോട്ടൽ ആണെന്ന് പറഞ്ഞു. സം ഓഫ്
ഓൾ ഒബ്സർവേഷൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്നാണ് പറഞ്ഞു. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ, ആവറേജ് കാണാനുള്ള ഇക്വേഷൻ. നിങ്ങളുടെ കയ്യിൽ ഒരു 5 വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഒരു 2, 4, 8, 12, ഒരു 10. ഓക്കെ, ഇങ്ങനെ ഒരു 5 വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ 5 വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് നമ്മൾ ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ എക്സ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസിന്റെ ആവറേജ് ആണ് നമ്മൾ എപ്പോഴും എടുക്കാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് എക്സ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ 5 നമ്പേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ്. കാര്യം 1, 2, 3, 4, 5 വാല്യൂസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പൊ ഇതിന്റെ ഈ ഒരു 5 നമ്പർ ഓഫ് ഒബ്സർവേഷൻസിന്റെ ആവറേജ് കാണുമെന്ന് പറയുകയാണെങ്കിൽ അതെങ്ങനെയാ കാണുക? ഇവിടെ ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം സം ബൈ ടോട്ടൽ ആണെന്ന് അറിയാം. അതായത് 2 + 4 + 8 + 12 + 10. ഓക്കെ, ഇനി താഴെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്താണ്? എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അവിടെ ഉള്ളത്? 5 അല്ലേ. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. നോക്കുകയാണെങ്കിൽ 2 + 4 6, 6 + 8 14, 14 + 12 26, 26 + 10 എത്രയാണ്? 36. അപ്പൊ 36/5 എന്നായിരിക്കും വരിക. അതായത് ഏതാണ്ട് ഒരു 7.02 ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഈ ഒരു തന്നിരിക്കുന്ന ഈ 5 നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇല്ലേ, അതിന്റെ ആവറേജ് എന്താണ്? 7.02 ആണ്. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഡേറ്റയില് ആ തന്നിരിക്കുന്ന ഡേറ്റയുടെ മൊത്തം സം എടുക്കുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ആവറേജ് കിട്ടും. ആ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിന്റെ ആവറേജ് കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ഫോർമുല, അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നമ്മൾ ഈ ആവറേജ് കാണുന്നത് ഇങ്ങനെയാണ്. ഇനി ആവറേജ് കാണുന്ന സമയത്തെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പറയുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന എക്സ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടാവില്ലേ, ആ എക്സ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒബ്സർവേഷൻസിന്റെ ഓരോ വാല്യൂസും തമ്മിൽ എന്തെങ്കിലും ഒരു കോമൺ റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് നിങ്ങളുടെ ഒബ്സർവേഷൻസ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഇങ്ങനെയാണ്: 1, 2, 3, 4, 5. ഇതെന്താണ്? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് അല്ലെ. അതായത് ഇതിന്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഓരോന്നിന്റെയും ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. 1ന്റെയും 2ന്റെയും ഡിഫറൻസ് 1, 3, 2 ആണെങ്കിൽ 1, 4, 3 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അതുപോലെ തന്നെ ഇവിടെ 1 ആണ് ഇതിന്റെ ഡിഫറൻസ്. അതായത് ഇതിനൊരു പാറ്റേൺ ഉണ്ട്. നമ്മൾ കോഡ്സ് പഠിച്ചില്ലേ, നമ്പർ കോഡ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഓരോ കോഡിനും ഒരു പാറ്റേൺ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അത് ഓരോന്നും ഒരു നമ്പറിൽ നിന്ന് അടുത്ത നമ്പറിലേക്ക് എത്താനായിട്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്പറും ഈ രണ്ടാമത് പറയുന്ന നമ്പറും തമ്മിൽ എന്താണ് ഓരോരോ പാറ്റേൺ ഉണ്ടാവും. അപ്പം ഇത് തമ്മിൽ ഇതിന്റെ ഗ്യാപ്പ് 4 ആണ്, ഇതിന്റെ ഗ്യാപ്പ് 4 ആണ്. അപ്പം ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ എല്ലാം ഡിഫറൻസ് സെയിം ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു പാറ്റേൺ കണ്ടെത്തുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സില് ഇങ്ങനെ പാറ്റേൺ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് അതിന്റെ ആൻസർ കണ്ടെത്താം. മിഡിൽ വാല്യൂ ആയിരിക്കും അതിന്റെ ആൻസർ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, എങ്കിൽ കൂടി ഞാൻ പറയാണ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു കോമൺ ഡിഫറൻസ് വരികയാണ്, അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് പാറ്റേണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് 2, 4, 6, 8, 10. ഇതെന്താണ്? കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് ആണ് അല്ലെ. അതായത് ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ഇതെങ്ങനെയാണ് വരുന്നത്? 2ൽ നിന്ന് 4 എത്താൻ അവിടെ ഇതിന് കൂടെ 2 കൂട്ടണം. 4ൽ നിന്ന് 6ലേക്ക് എത്തണമെങ്കിലും ഇവിടെ 4ന്റെ കൂടെ 2 കൂട്ടണം. 6ൽ നിന്ന് 8ലേക്ക് എത്താൻ 6ന്റെ കൂടെ 2 കൂട്ടണം. 8ൽ നിന്ന് 10ൽ എത്താനും 8ൽ നിന്ന് 2 കൂട്ടണം. അതായത് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കോമൺ ഡിഫറൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കോമൺ 2 എന്ന് പറയുന്ന ഒരു വാല്യൂ വെച്ചിട്ടാണ് ഇവിടെ എന്തുണ്ടാവുന്നത്? ഓരോ നമ്പേഴ്സും എന്താണ് ഒരു പാറ്റേൺ ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഓരോ നമ്പറിന്റെയും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഇത് ഒരു പാറ്റേൺ അല്ലേ. അപ്പൊ ഈ ഒരു പാറ്റേണിൽ, അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കോമൺ ഡിഫറൻസിൽ കൂടിയാണ് നിങ്ങളുടെ സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന വാല്യൂസിനെല്ലാം ഒരു കോമൺ ഡിഫറൻസ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിന്റെ മിഡിൽ വാല്യൂ ആയിരിക്കും എന്ത്? അതിന്റെ ആവറേജ് അല്ലെ.
ഇനി നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ 1, 2, 3, 4, 5 ഇങ്ങനെ നമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതെന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് ഒരു കോമൺ വാല്യൂ വരുന്നുണ്ട്, 1 ആണത്. അതായത് ഒരു പാറ്റേണിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചു ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാറ്റേണിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് 3 ആണെന്ന് പറഞ്ഞു. ഇനി അത് ശരിയാണോ എന്ന് വേണമെങ്കിൽ നോക്കാം. അപ്പൊ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മ് ബൈ ടോട്ടൽ അല്ലേ? അതായത് 1 + 2 + 3 + 4 + 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഉണ്ട്? 5 നമ്പർ അല്ലേ ഉള്ളത്? 5. അതായത് 3, 6, 10 15 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 3 ആണ് ആൻസർ. നമുക്ക് ഓൾറെഡി ഇവിടെ 3 കിട്ടിയില്ലേ? അപ്പം ഒരു പാറ്റേണിൽ വരുന്ന നമ്പേഴ്സിന്റെ മിഡിൽ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ മിഡിൽ വാല്യൂ ആയിരിക്കും അതിന്റെ ആവറേജ്. ഇനി വേറൊരു പാറ്റേൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ നോക്കാം. ഓക്കെ, 3, 7 പിന്നെന്താണ് 11, 15, 19 ഇങ്ങനെയാണ് നമ്മളുടെ വാല്യൂസ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. എല്ലാത്തിന്റെയും കോമൺ വാല്യൂ എത്രയാണ്? 4 ആണ് അല്ലെ? ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ആൻസർ ഇവിടെ കിട്ടി. 11 ആണ് ഇതിന്റെ ആൻസർ ഓൾറെഡി കിട്ടി. അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ ടോട്ടൽ അല്ലേ? അതായത് 3 + 7 + 11 + 15 + 19 ഡിവൈഡഡ് ബൈ അഗൈൻ 5. ഓക്കെ അല്ലെ? 1, 2, 3, 4, 5 5 ആണ്. 5 നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് ഉള്ളത്. നോക്കുകയാണെങ്കിൽ 7 + 3 10 ആയി. പിന്നെ 11 + 19 30 ആയി. അപ്പൊ 30 + എത്രയാണ്? 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി 40 ആയി. 40 + 15 എത്രയാണ്? 55 ആയി അല്ലെ? 55/5 എത്രയാണ്? 11 ആണ്. നിങ്ങൾക്ക് ഓൾറെഡി 11 ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ അതിന്റെ മിഡിൽ വാല്യൂ അല്ലെങ്കിൽ മിഡിൽ വരുന്ന നമ്പർ ആയിരിക്കും എപ്പോഴും അതിന്റെ ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഉടനടി അതിന്റെ ഒരു പാറ്റേൺ കണ്ടെത്താൻ ശ്രമിക്കുക. അതിന് എന്തെങ്കിലും ഒരു ഈ പറയുന്ന പോലെ എന്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ഒരു വാല്യൂ അതിന്റെ ഇടയിൽ വരുന്നുണ്ടോ എന്ന് ആദ്യം തന്നെ നോക്കുക. അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ വേറൊരു കാൽക്കുലേഷൻ അവിടെ ചെയ്യാൻ നിൽക്കണ്ട, നേരിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ കയ്യിൽ ആൻസർ കിട്ടുകയാണ്. ഇനി ഇപ്പൊ ഇങ്ങനെയാണ് ചോദ്യം എന്ന് വിചാരിക്കാം. 2, 4, 6, 8 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഓരോന്നും എന്താണ്? കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് ആണെന്ന് മനസ്സിലായി. അതായത് ഓരോന്നിന്റെ ഇടയിൽ 2 എന്ന് പറയുന്ന ഒരു കോമൺ വാല്യൂ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇതിനൊരു പാറ്റേൺ ഉണ്ടെന്ന് നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ നമ്മൾ പറഞ്ഞു പാറ്റേൺ ഉണ്ടെങ്കിൽ മിഡിൽ വാല്യൂ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിൽ എവിടെയാണ് ഇതിന്റെ മിഡിൽ വാല്യൂ വരുന്നത്? ഇതിന്റെ 2ന്റെ നടുക്കാണ് വരുള്ളൂ അല്ലെ? അപ്പം 4ന്റെയും 6ന്റെയും ഇടയിലുള്ള മിഡിൽ വാല്യൂ എത്രയാണ്? ഇതിന്റെ 2ന്റെയും ഇടയിൽ വരുന്ന കോമൺ നമ്പർ എത്രയാണ്? 5 ആണ് അല്ലെ? അപ്പം ഇതിന്റെ ആൻസർ 5 ആയിരിക്കും. ചെയ്തു നോക്കാം. 2 + 4 + 6 + 8 ഡിവൈഡഡ് ബൈ 4 ആണുള്ളത്. 1, 2, 3, 4 അല്ലെ? 4 നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണുള്ളത്. അതായത് 6 + 4 10, 8 + 2 10, 10 + 10 20 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 5 ആണ്. നമുക്ക് ഒറ്റയടിക്കാൻ ആദ്യം തന്നെ കണ്ടപ്പോൾ കിട്ടിയായിരുന്നു അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് മിഡിൽ വാല്യൂ കാണാം. ഇനി വേറൊരു നമ്പർ പറയാം. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള വാല്യൂ ഇങ്ങനെയാണ് 2, 3, 4, 5 ഇങ്ങനെയാണെങ്കിലോ ഇതിന്റെ ഇടയിൽ ഒരു നമ്പർ ഇല്ലല്ലോ. പക്ഷെ എന്താണ്? ഇതിന്റെ മിഡിൽ വാല്യൂ വരുന്നത് എത്രയാണ്? 3ന്റെയും 4ന്റെയും മിഡിൽ വാല്യൂ എത്രയാണ്? 3.5 ആണ് അല്ലെ? ചെയ്ത് നോക്കാം. 2 + 3 + 4 + 5 ഡിവൈഡഡ് ബൈ 4 ആണ് അല്ലെ? 7 + 5 12, 12 + 2 എത്രയാണ്? 14, 14 ഡിവൈഡഡ് ബൈ 4 അതായത് 2, 7, 7/2 എത്രയാണ്? 3.5 അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ മിഡിൽ വാല്യൂ കണ്ടെത്തുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു ഷോർട്ട് കട്ട് ആണ്. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാലും ആ ക്വസ്റ്റ്യനിലെ ഒബ്സർവേഷൻസ് നിങ്ങൾക്ക് എന്താണ് നോക്കിയിട്ട് അതിനൊരു പാറ്റേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ മറ്റൊരു കാൽക്കുലേഷനും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രിക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂ വരുവാണെങ്കിൽ, അതായത് കോമൺ ഡിഫറൻസ് ആയിട്ട് വരികയാണ്, ഒരു പാറ്റേണിലാണ് നിങ്ങളുടെ ഒബ്സർവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ
മറക്കണ്ട, അതിന്റെ മിഡിൽ വാല്യൂ ആയിരിക്കും നിങ്ങളുടെ ആവറേജ് എന്ന് പറയുന്നത്.